കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. വൃക്കയിലെ കല്ല് നീക്കാൻ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്നാണ് ആരോപണം. വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് ആണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകി. യൂറോളജി ഡോക്ടർ വേണുഗോപാലിനെതിരെയാണ് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരമായ ചികിത്സാ പിഴവ് വീണ്ടും ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. വൃക്കയിലെ കല്ല് നീക്കാനായി നടത്തിയ ശസ്ത്രക്രിയയിൽ അതീവ ഗുരുതരമായ പിഴവുണ്ടായി എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട്. എന്നാണ് ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുവന്നത്? എന്തായിരുന്നു ആദ്യം എത്തുമ്പോൾ? ആദ്യം വേദന വന്നിട്ട് വന്നതാണ്. അപ്പോൾ കിഡ്നി ഇവിടെ സ്കാനിങ് പറഞ്ഞ് കിഡ്നി സ്റ്റോൺ ഉണ്ട്, സർജറി ചെയ്യണമെന്ന് ആഗസ്റ്റ് 6 സർജറി ചെയ്തു. ആഗസ്റ്റ് 6 സർജറി ചെയ്ത് വലത് ഭാഗത്ത് സർജറി ചെയ്ത് ഇടത് ഭാഗത്തായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ വലത് ഭാഗത്ത് സർജറി ചെയ്ത് പഴുപ്പും വേദനയും അസഹ്യമായ വേദനയും സഹിക്കാണ്ടായപ്പോൾ ഇവിടെ നീന്നാൽ വീണ്ടും ഇവിടെ വരും. അപ്പോൾ ഒരു ട്യൂബ് ഇട്ടിരുന്നു ഇതിന് പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. ആ ട്യൂബ് കൂടെ ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും വേദനയും സഹിക്കാണ്ടായപ്പോൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിക്കും. അവിടുന്ന് ചെയ്യാൻ പറ്റില്ല, നേരെ കോളേജിൽ ചെയ്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വിടും. ആഴ്ചക്ക് 2-3 പ്രാവശ്യം വന്ന് ഏകദേശം ഏപ്രിൽ മാസം ആയപ്പോൾ അവർ പറഞ്ഞ് ഒരു സ്കാനിങ് കൂടി എടുക്കണം, പിന്നെ നമുക്ക് കുറേ ടെസ്റ്റുകളൊക്കെ എത്തുന്നത്. അതൊക്കെ ചെയ്ത് ഒരു 5000 രൂപയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി റൂമിലുള്ള ഡോക്ടർ പേഷ്യന്റിനെ അങ്ങോട്ട് വിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങോട്ട് റിപ്പോർട്ടൊന്നും നോക്കാതെ എന്ത് വരുന്നത് ഇവർ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വേറെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് പെങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ സർജറി ചെയ്യണോ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നാണ്. ആദ്യത്തെ സർജറിക്ക് 8,500 രൂപ സാധനം വാങ്ങിച്ചു കൊടുത്തി. അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ സർജറിക്ക് സാധനം ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, സർജറി കണക്കാക്കിയിട്ടില്ല, ഞങ്ങൾ വന്നത് സർജറി ചെയ്യണ്ട, നിങ്ങൾ ചെയ്ത സർജറി പഴുപ്പ് ഉണക്കി തന്നായിരുന്നു. അങ്ങനെ അനിയനുണ്ടായിരുന്നു കൂടെ. അനിയനും പറഞ്ഞ് അങ്ങനെ ചെയ്യണ്ട, സർജറി ചെയ്യേണ്ടതാണ്. അവരൊന്നും ശരിയായില്ല. വീണ്ടും ഒരു അരമണിക്കൂർ ഡോക്ടർ വന്നിട്ട് സർജറി നിർബന്ധമാണ്, നിങ്ങൾ എന്തായാലും വാങ്ങിത്തരാം, നിങ്ങൾ വാങ്ങിക്കില്ലെന്ന് വെച്ച് വാങ്ങിത്തരൂല, നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഒപ്പിട്ടും കൺസൾട്ട് ഒന്നും മേടിക്കാതെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സർജറിയും കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് അവരെ ഇഷ്ടത്തിന് അവർ തന്നെ സാധനമൊക്കെ മേടിച്ച് അവർ തന്നെ ചെയ്തു. അത് നമ്മളോട് പറഞ്ഞ് ചെയ്ത് പകുതിയായി പറഞ്ഞ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഐസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മറ്റേ പൈപ്പ് എടുത്ത് പെട്ടെന്ന് ഐസിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്തപ്പോൾ എന്തിനാണ് ഡയാലിസിസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡയാലിസിസ് അങ്ങനത്തെ ഡയാലിസിസ് അല്ല, സാധാ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ 2 പ്രാവശ്യം സർജറി ചെയ്തു. അപ്പോൾ വീണ്ടും BP കുറഞ്ഞ ഇവിടെ ICU തന്നെ അഡ്മിറ്റായി. അങ്ങനെ പിന്നെ അത് ക്ലിയർ ആക്കിയിട്ടില്ല ഇതുവരെ. ആ കിഡ്നി സ്റ്റോൺ ഇതുവരെ ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു പഴുപ്പ് ഇത് മാറാണ്ടായപ്പോൾ വീണ്ടും ആഴ്ചകളോളം വന്ന് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഓരോന്ന് നാട്ടിലാൾക്കാർക്ക് പറഞ്ഞ് വേറെ ഒന്ന് മാറ്റി കാണിച്ചു നോക്കി മലബാർ ഹോസ്പിറ്റലിൽ. അവിടെ നിന്നാണ് പറഞ്ഞത് ഇങ്ങനെ സർജറിയിൽ ഇങ്ങനെ എല്ലിനൊരു മുറിവായിട്ടുണ്ട്, ആ പഴുപ്പാന്ന്. നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന്? ഇല്ല, പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ 5-6 ദിവസം അവിടെ നിന്ന് ICU കിടന്ന്. അപ്പോൾ അവിടെ വലിയ പൈസയായപ്പോൾ നമുക്ക് താങ്ങാനാകണ്ടായപ്പോൾ കൊണ്ട് ഇവിടത്തേക്ക് വന്ന് ഇവിടെ വന്നപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ശ്രദ്ധക്കുറവ്, അതിന് ശേഷം ശ്രദ്ധക്കുറവ് തന്നെയാണ്. അവർ നോക്കിയില്ല, അവർ ചെയ്ത അവരെ പിഴവാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകണ്ടാന്ന് ഇവർ റീത്തിനെ കാണുമ്പോൾ തന്നെ അവർ കൃത്യമായി അവരോട് ഒന്നും പറയാണ്ട് അങ്ങ് പോകും. അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്നലെ രാവിലെ മണ്ണോട് ചെയ്തു. ഇപ്പോൾ ആദ്യം വന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങളുടെ ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഏത് വശത്താണ്? പെട്ടെന്ന് തന്നെ വന്ന് 2 ദിവസം കൊണ്ട് സർജറിക്ക് ഡേറ്റ് വന്നിക്കുക. 6-ാം തീയതി അടുത്ത ഡോക്ടർ OP തന്നെ സർജറി ഡേറ്റ് വന്നിക്കുക. അന്ന് തന്നെ ചെയ്യുകയും ചെയ്ത് അങ്ങ് പോവുകയും ചെയ്ത്. പിന്നെ അന്ന് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇടത് ഭാഗത്ത് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചെയ്ത്, വലത് ഭാഗത്ത് കിഡ്നി കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർമാർ ആശുപത്രി സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ നമ്മൾ ചോദിക്കുമ്പോൾ ഇവര് സമ്മതിക്കുന്ന ഒരു മറുപടി വേണുഗോപാൽ സാർ ഇതുവരെ തന്നിട്ടില്ല. ഒന്നും ചോദിച്ചില്ല. അസിസ്റ്റന്റുമാർ ഡോക്ടർമാർ പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് ICU ഒരു കൺസെന്റ് മേടിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി. ഒരു ഫുൾ ടൈം ഉച്ച വരെ ഇരുന്നിട്ടും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങില്ല. ഉള്ളിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് തന്നു. ഉള്ളിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നില്ല. അത്രയും നമ്മളെ ഫേസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കാണുകയൊക്കെ ചെയ്തോ? ചിലപ്പോൾ ഈ സർജറി ഫസ്റ്റ് സർജറി ചെയ്തപ്പോൾ വേദന മാറാണ്ടായപ്പോൾ അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് ഡോക്ടർ പൈസ കൊടുത്തില്ലെന്ന് വെച്ചില്ല, ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നാണ്. അങ്ങനെ ഡോക്ടർക്ക് പിറ്റേന്ന് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് 2ാം ദിവസം വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. പൈസ വാങ്ങിച്ചു, ഡോക്ടർ വാങ്ങിക്കുകയും ചെയ്തു. അത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണല്ലേ. ഇവിടെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണമെങ്കിൽ ഡോക്ടർ വീട്ടിൽ പോയി പൈസ കൊടുക്കണമെന്നുള്ള കീഴ്വഴക്കുണ്ടെന്ന് ഇവിടുത്തെ പേഷ്യൻസ് ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്ത് വീട്ടിൽ പോയി പൈസ മേടിക്കുകയും ചെയ്തു ഡോക്ടർ. പക്ഷേ അതിനുശേഷം ഡോക്ടർ എന്തിരിക്കില്ല, ഇതേ ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന്. 46 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ആദ്യ പരാതി കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുക്കുന്നത്. കാരണം ചികിത്സാ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ വരുന്ന കാണിക്കുന്ന പോകുന്നതാണ് നമ്മളിതിനെ പറ്റി മനസ്സിലാക്കിയില്ല. മെഡിസിൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കൊടുക്കൂ, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ. ഈ പഴുപ്പിട്ട് മാറുന്നില്ല, വേദന അസഹ്യമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. 10 മാസം കൊണ്ട് 10 മാസവും ഹോസ്പിറ്റലിൽ തന്നെ. ഈ ആദ്യ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അല്ലെങ്കിൽ നിങ്ങളോട് കൊടുത്തപ്പോൾ സൂപ്രണ്ട് നോക്കാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ നമ്മളെ മുന്നിൽ തന്നെയാണ് SHO ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അവർ മറുപടി കൊടുക്കാൻ റിപ്പോർട്ട് എടുക്കാൻ അന്വേഷിക്കാൻ വേണ്ടി നാളെ വരുമെന്ന് ഞങ്ങളെ മുന്നിനെ വിളിച്ചു പറഞ്ഞത്. പോലീസ് SHO ഇവിടെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് വന്ന് അന്വേഷണം പോയിട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ ഈ ടെൻഷനിലായതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. ഇപ്പോൾ ഒന്ന് മരണപ്പെട്ട ശേഷം അത് കൊണ്ടുപോ ഇപ്പോൾ ബോഡി തന്നെ പോലീസ് വന്നിട്ടാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ ഈ ചികിത്സാ പഴവുള്ള, അതായത് ഒരു വശത്ത് ചെയ്യേണ്ടത് മറുവശത്താ ചെയ്തത്? രണ്ട് സർജറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. രണ്ട് സർജറി അങ്ങനെ ഒരു ഹോസ്പിറ്റലിലും ചെയ്യൂലല്ലോ. ഇടത് കിഡ്നിയും വലത് കിഡ്നിയും അങ്ങനെ മാറ്റി ചെയ്യൂലല്ലോ. അത് 100% ഉറപ്പാണ് ആ കാര്യം. അത് ഡോക്ടേഴ്സിനും ബോധ്യമുണ്ട്. ഇല്ലെങ്കിൽ ഡോക്ടർ നമ്മളെ ഫേസ് ചെയ്യണ്ടേ. ഇന്ന കാരണം കൊണ്ടാണ് വന്നെന്ന് പറയണ്ടേ. ഇത്രയും ദിവസം ഡോക്ടർ നിരന്തരം കാണാൻ പോയിട്ടും ഡോക്ടർ അങ്ങനെ കാര്യം പറയുന്നില്ല, മറുപടി പറയുന്നില്ല. നടക്കാം. ഈ ചലം വരുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ആളുകൾ. വീഡിയോയിലൊക്കെ കാണുമെന്നാണ് നമുക്കറിയാം. എന്റെ വീഡിയോ ഉണ്ട്, ഫോണിലുണ്ട് വീഡിയോ. അതിൽ തന്നെ പ്രകടമാണല്ലോ. അത് മാറ്റാൻ പറ്റും. അതേപോലെ മറുവശം തുളച്ചു ഒരു ബോഡിയിൽ അപ്പുറത്ത് അതേപോലെ തുളച്ച് പൈപ്പിട്ട ഭാഗത്തല്ല പുറത്തുനിന്ന് ഇങ്ങനെ വീട് വന്നുകൊണ്ടിരിക്കുക. രണ്ട് ഭാഗം ഒരേപോലെ തുളച്ചു. പരിഹാരം ചെയ്യാൻ കഴിയുന്നില്ല, ഒരു ചെയ്യുന്നില്ല. അല്ലെ ഷുഗറൊന്നും ഇല്ലാത്ത പേഷ്യന്റ്, ഷുഗറൊന്നുമില്ല. അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത പേഷ്യന്റ് ഒക്കെ. അതാണ് കുടുംബം പറയുന്നത്. അങ്ങേറ്റം ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. മൂത്രത്തിൽ കല്ലിന്റെ ചികിത്സയ്ക്കായാണ് എത്തിയത്. ആദ്യ ശസ്ത്രക്രിയ തന്നെ വശം മാറി ചെയ്തിരിക്കുന്നു. പിന്നീട് ഈ ശസ്ത്രക്രിയയിൽ ഗുരുതരമായ പരിക്കുകൾ ശരീരത്തിന് ഏറ്റിരുന്നുവെന്ന് രണ്ടാമത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു കൃത്യമായ മറുപടി ഉണ്ടായില്ല. ഡോക്ടർക്ക് 5000 രൂപ വീട്ടിലെത്തി നൽകിയിരുന്നു ശസ്ത്രക്രിയക്ക് മുമ്പ് എന്നും പറയുന്നു. എന്തായാലും ആൾ മരിച്ചതോടുകൂടി തന്നെ വലിയ ഗൗരവമുള്ള ഒരു പരാതിയായി കുടുംബം മുന്നോട്ട് പോവുകയാണ്. പോലീസിനടക്കം പരാതി നൽകിയിരിക്കുന്നു. സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.